ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ബബിതയോട് ഹരി പറയുന്നു, ഞാനിത് ഡിലീറ്റ് ചെയ്യാം, പകരം നീ എനിക്ക് എന്ത് തരും? ഒന്ന് ആലോചിച്ച് ബബിത പറയുന്നു, എന്ത് വേണമെങ്കിലും തരാം ഹരിയേട്ട, എന്റെ കയ്യിലുള്ള പൈസയും ഗോൾഡും എല്ലാം തരാം. ഇത് കേട്ട് തലയാട്ടി ഹരി പറയുന്നു, ശരി, നീ കുറച്ചു കഴിയുമ്പോൾ എന്റെ റൂമിലേക്ക് വാ, അവിടെ വെച്ച് ഞാൻ പറയാം എന്നതാ വേണ്ടതെന്ന്. കൈകൂപ്പി ബബിത പറയുന്നു, ഹരിയേട്ട പ്ലീസ് ആരോടും പറയല്ലേ. ഹരി പറയുകയാണ്, ഇപ്പൊ ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞതുപോലെ നീ ഒന്ന് അനുസരിക്ക്. അങ്ങനെ വാതിൽ തുറന്ന് ഹരി അവിടെ നിന്ന് പോകുമ്പോൾ പൊട്ടിക്കരയുകയാണ് ബബിത. തുടർന്ന് ചുറ്റും നോക്കി ടെൻഷനോടുകൂടി ഹരിയുടെ റൂമിലേക്ക് വരികയാണ് ബബിത. വാതിൽ തുറന്ന ഹരി പറയുന്നു, ഞാൻ വിളിച്ചാൽ നീ വരുമെന്ന് എനിക്കറിയാം, കേറി വാ. ബബിത പറയുന്നു, ഹരിയേട്ടാ ആ ഫോണിൽ നിന്ന് അത് കളാം പ്ലീസ്. ഹരി പറയുന്നു, കളയാം, കളയില്ലെന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ ശത്രുക്കളൊന്നും അല്ലല്ലോ. ബബിത പറയുന്നു, അത് ഇപ്പൊ തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്യ് ഹരിയേട്ടാ, വെച്ചോണ്ടിരിക്കണ്ട. ഹരി പറയുന്നു, നീ ഇങ്ങ് കേറി വാ, നീ തന്നെ ഡിലീറ്റ് ചെയ്തോ. ഇത് കേട്ട് ടെൻഷനോട് കൂടി ഒന്ന് ആലോചിച്ച് ബബിത അകത്തേക്ക് കയറി വരുമ്പോൾ വാതിലടച്ച് കുറ്റിയിടുകയാണ് ഹരി. എന്തിനാ ഡോറ് ലോക്ക് ചെയ്യുന്നതെന്ന് ബബിത ചോദിക്കുമ്പോൾ ഹരി ചോദിക്കാണ്, തുറന്നിടണോ? പറ, തുറന്നിടണമെങ്കിൽ ഇടാം. ബബിത പറയുന്നു, ആദ്യം അത് ഡിലീറ്റ് ചെയ്ത് കളാം. ഫോൺ എടുത്ത് ഹരി പറയുന്നു, വാടി. ബബിത അരികിലേക്ക് വരുമ്പോൾ ഹരി ചോദിക്കുന്നു, ഡിലീറ്റ് ചെയ്യണം അല്ലേ? വേണമെന്ന് ബബിത പറയുമ്പോൾ ഹരി ചോദിക്കാണ്, എനിക്ക് എന്നോ തരൂ? ബബിത പറയുന്നു, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ക്യാഷോ ഗോൾഡോ എന്നോ വേണമെങ്കിലും തരാം. ബബിത അടിമുടി നോക്കി ഹരി പറയുന്നു, എനിക്കതൊന്നും പോരെങ്കിലോ? ബബിത പറയുന്നു, ഹരിയേട്ടാ ഇത് വെച്ച് മുതലെടുക്കാൻ നോക്കല്ലേ പ്ലീസ്, ദൈവം പോലും ക്ഷമിക്കില്ല. ഹരി പറയുന്നു, നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം, അതല്ലേ നല്ലത്. ബബിത പറയുന്നു, ഹരിയേട്ടാ എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്, നമ്മൾ രണ്ടുപേരും. ഹരി ചോദിക്കുന്നു, നിക്ക്, നമ്മൾ രണ്ടുപേരും എന്നാ കുഴപ്പം? ആ മുടിയൻ തെണ്ടിയേക്കാളും എന്തുകൊണ്ടും ബെറ്റർ അല്ലടി ഞാൻ. ആചാരപ്രകാരം നിന്റെ മുറചെറുക്കനല്ലേ ഞാൻ, എന്നാ കുഴപ്പം? നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ വീട്ടുകാര് കല്യാണം നടത്തി തരും. ബബിത പറയുന്നു, എനിക്കിഷ്ടമല്ല. ചിരിച്ചുകൊണ്ട് ഹരി പറയുകയാണ്, അല്ലെന്ന് എനിക്കറിയാം, എനിക്ക് നിന്നെ കെട്ടാൻ ഇഷ്ടമല്ല. ബബിത പറയുന്നു, ദേ എന്നെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കല്ലേ ഹരിയേട്ടാ പ്ലീസ്. ഈ ഹരിയേട്ടൻ നല്ലവനാണോ? ഹരിയേട്ടൻ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണോ എന്നോട്? ഹരി പറയുന്നു, ഇതിപ്പോ ഞാൻ നിനക്ക് വലിയൊരു ഹെൽപ്പ് ചെയ്യാൻ പോകുക. നിന്റെ ജീവിതകാലം മുഴുവൻ ഹോണ്ട് ചെയ്തേക്കാവുന്ന ഒരു തെറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുക. നിന്റെ ജീവിതം പോലും മാറി മറിഞ്ഞു പോകും. അത്രയും വലിയൊരു സഹായം ഞാൻ ചെയ്യുമ്പോൾ തിരിച്ചിങ്ങോട്ടും അതുപോലൊരു സഹായം വേണ്ടേടി എന്നാ പറയുന്നു. ബബിത ദേഷ്യത്തോടുകൂടി ഹരിയെ നോക്കുമ്പോൾ ഹരി പറയുകയാണ്, നീ എന്നെ നോക്കി ദഹിപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഹരിയുടെ കയ്യിലിരിക്കുന്ന ഫോൺ പിടിച്ചു വാങ്ങി ഹരിയെ ബെഡിലേക്ക് പിടിച്ചില്ലേ വാതിൽ തുറന്ന് റൂമിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ബബിത. എടി എന്റെ ഫോൺ എന്ന് പറഞ്ഞ് ഹരി ബബിതയുടെ പിന്നാലെ ഓടി വരികയാണ്. ഹോളിലിരിക്കുന്ന രാജീവ് പറയുന്നു, ശിവേട്ടൻ പോകുന്നതിന് മുമ്പ് അവരെ രണ്ടുപേരെയും കടപ്പാട്ടൂർ കൊണ്ടുവിടണം. ശിവൻ പറയുന്നു, അവർക്ക് പോകാൻ മനസ്സില്ലാത്തതുപോലെയാ. രാജീവ് പറയുന്നു, അത് കമലയെടുത്തി മനസ്സ് വെച്ചാൽ. ഈ സമയം ബബിത എവിടേക്ക് വരികയാണ്. കമല ചോദിക്കുന്നു, ബബിതെ നീ എവിടെ പോകുക? ബബിത ഒന്നും മിണ്ടാതെ അകത്തേക്ക് ഓടി പോകുമ്പോൾ സംശയത്തോടുകൂടി നിൽക്കുകയാണ് എല്ലാവരും. ഈ സമയം ഹരിയും അവിടെ കൂടി വരുന്നു. എല്ലാവരും ഹരിയെ ശ്രദ്ധിക്കുകയാണ്. അടുക്കളയിലേക്ക് വന്ന ബബിത അമ്മിക്കല്ലെടുത്ത് ഹരിയുടെ മൊബൈല് ഇടിച്ചു പൊട്ടിക്കുകയാണ്. ഹരി അടുക്കളയിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ രാജീവ് ചോദിക്കുന്നു, എടാ ഹരി എന്താണ് പ്രശ്നം? അവൾ എന്തിനാ ഓടിയത്? ഹരി പറയുന്നു, അത് വെറുതെ ഒരു തമാശ. രാജീവ് പറയുന്നു, തമാശയോ? കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ തോന്നിയത്. ഹരി പറയുന്നു, ഒന്നുമില്ലെന്നേ, അവൾ എന്റെ ഫോൺ എടുത്തോണ്ട് ഓടി. ശിവൻ ചോദിക്കുന്നു, നാണോ ഇല്ലടാ നിനക്കൊക്കെ, പ്രായം ഇത്രയായി, കുട്ടിക്കളി. കമല ചോദിക്കുന്നു, ഫോൺ എടുത്തോണ്ട് ഓടിയാൽ നീ എന്നോത്തിനാ പുറകെ ഓടുന്നത്? നിന്റെ ഫോണിന് സ്ക്രീൻ ലോക്ക് ഇല്ലേ? അതുണ്ടെന്ന് ഹരി പറയുമ്പോൾ കമല ചോദിക്കാണ്, അവള് തിരിച്ചു കൊണ്ടുവന്ന് തരത്തില്ലേ? തുറക്കാൻ പറ്റാത്ത ഫോണ് അവൾക്ക് എന്നോത്തിനാ? ഹരി പറയുന്നു, അത് ശരിയാ, ഞാൻ പോയി ഒന്ന് നോക്കട്ടെ. അങ്ങനെ ഹരി അകത്തേക്ക് പോകുമ്പോൾ കമല പറയുകയാണ്, വെറുതെ ഓരോ വഴക്ക്, അവന്റെ ഫോൺ എടുത്തോണ്ട് ഓടേണ്ട വല്ല ആവശ്യമുണ്ടോ അവൾക്ക്? തുടർന്ന് ഫോൺ ഇടിച്ചു പൊട്ടിച്ച് നാറി എന്ന് പറഞ്ഞ ആട്ടുകയാണ് ബബിത. ഈ സമയം അവിടെ കൂടി വരികയാണ് ഹരി. ബബിത പറയുന്നു, വാടാ ഇങ്ങോട്ട്, ഇന്നാ നിന്റെ ഫോൺ, കേറി വാടാ. അങ്ങനെ ബബിത ആ ഫോൺ എടുത്ത് കാടിവെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി ഒന്നും ചെയ്യാനാകാതെ അവിടെ നിന്ന് പോവുകയാണ് ഹരി. തുടർന്ന് രാജീവ് പറയുന്നു, ഇവിടെ ഇങ്ങനെ അവരെ താമസിപ്പിച്ചാൽ നമുക്ക് അവരുടെ കാര്യം ഉത്തരവാദിത്തത്തോടു കൂടി നോക്കാൻ പറ്റത്തില്ല. നമ്മുടെ മക്കളെ ശാസിക്കുന്നത് പോലെയും ശിക്ഷിക്കുന്നത് പോലെയും അവരെ ശാസിക്കാനോ ശിക്ഷിക്കാനോ പറ്റത്തില്ല, അതവർക്ക് ഫീൽ ചെയ്യും. ശിവൻ പറയുന്നു, അതങ്ങനെ വരത്തുള്ളൂ. രാജീവ് പറയുന്നു, കൊണ്ടുവിട്ട് ബാധ്യത ഒഴിവാക്കുന്നതാ ശിവേട്ടാ നല്ലത്. അപ്പൊ കമല പറയുകയാണ്, ഞാൻ പറയുന്നത് അവര് തോന്നിവാസം നടക്കട്ടെ എന്നാ. മക്കള് രണ്ടും പിഴച്ചു പോയി കഴിയുമ്പോൾ ബാലചന്ദ്രൻ പഠിച്ചോളും. ഇത് കേട്ട് ശിവൻ ചോദിക്കുന്നു, ഓ നീ അവരെ പിഴപ്പിക്കാൻ നിർത്തിയിരിക്കുകയാണോ ഇവിടെ? നീ ആള് കൊള്ളാലോ. ഈ സമയം ഹരി അവിടേക്ക് വരുമ്പോൾ രാജീവ് ചോദിക്കുന്നു, എന്താടാ ഹരി? അപ്പൊ ഹരി പറയുകയാണ്, ഒന്നുമില്ല. നിന്റെ ഫോൺ കിട്ടിയില്ലെന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഹരി പറയുന്നു, ഇല്ല. ഇത് കേട്ട് കമല ചോദിക്കാണ്, പിന്നതെവിടെ പോയി? ഹരി ഒന്നും മിണ്ടാതെ മുകളിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ രാജീവ് ചോദിക്കുന്നു, എടാ ഹരി എന്താ പ്രശ്നം? ഹരി പറയുന്നു, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഹരി ദേഷ്യത്തോടു കൂടി മുകളിലേക്ക് പോവുകയാണ്. ബബിത ഹോളിലേക്ക് വരുമ്പോൾ കമല ചോദിക്കുന്നു, അടുക്കളയിലോട്ട് നീ എന്നോത്തിനാടി പോയത്? ബബിത തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് പോകുമ്പോൾ ശിവൻ പറയുന്നു, നിന്നോടല്ലേ ബബിത ചോദിച്ചത്? ബബിത മറുപടി കൊടുക്കാൻ തയ്യാറാകാതെ അവിടെ നിന്ന് പോവുകയാണ്. കമല പറയുന്നു,
അവളുടെ ധിക്കാരം കണ്ടോ? രാജീവ് പറയുകയാണ് ഇതല്ലേ കമലെടുത്തി ഉദ്ദേശിച്ചത്, തോന്നിവാസം. ശിവൻ പറയുന്നു എന്തോ പ്രശ്നം ഉണ്ടല്ലോ രാജീവ്. അപ്പൊ രാജീവ് പറയുകയാണ് നമ്മളോട് പറയാത്ത പ്രോബ്ലം അവര് തന്നെ പരിഹരിച്ചോളും. പക്ഷെ ശിവേട്ടാ ഇതിവിടെ ശരിയാകത്തില്ല. ശിവൻ പറയുന്നു എടാ ഞാനല്ലേടാ അവരെ വിളിച്ചോണ്ട് വന്നത്, ഞാൻ തന്നെ കൊണ്ടുവിടാമെന്ന് പറയുമ്പോൾ അവര് ചോദിക്കും പിന്നെന്തിനാ വിളിച്ചോണ്ട് പോന്നേന്ന്. എന്നോ ചെയ്യാനാണെന്ന് പറ. രാജീവ് ചോദിക്കുന്നു കമലയിടത്തേക്ക് കൊണ്ടുവിടാൻ പറ്റുമോ? കമല പറയുന്നു എന്നെ ചൂലിനടിച്ചിറക്കിയ വീടാ അത്, അവിടെ കാല് കുത്തണമെങ്കിലേ കമലയിടത്തിയെ ഒരു ജന്മം കൂടി ജനിക്കണം രാജീവേ. അങ്ങനെ കമല അവിടെ നിന്ന് പോകുമ്പോൾ രാജീവ് പറയുകയാണ് കമലയിടത്തേക്ക് ആ പിള്ളേര് നന്നാകണമെന്ന് അശേഷം താല്പര്യമില്ല, അവര് നശിച്ചു പോകുന്നതാ കമലയിടത്തേക്ക് സന്തോഷം. ബാലചന്ദ്രനെ പാഠം പഠിപ്പിക്കാമല്ലോ, പക്ഷെ നമ്മുടെ പെങ്ങടെ മക്കളാ ശിവേട്ട, അത് മറക്കരുത്. ശിവൻ പറയുന്നു പക്ഷെ കമലയ്ക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല. അവ രാജീവ് പറയുകയാണ് അവരെ കൺട്രോൾ ചെയ്യേണ്ടതാരാ? കമലയിടത്തി. ബാബുദേയൊക്കെ തോന്നുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു, തോന്നുമ്പോ കയറി വരുന്നു. നീ എവിടെ പോയതാണെന്ന് കമലയിടത്തി ഇതുവരെ ചോദിച്ചിട്ടില്ല. അഴിച്ചു വിട്ടിരിക്കുന്നത് പോലെയാ. അതൊന്നും പറ്റത്തില്ല ശിവേട്ട, അവരെ നിയന്ത്രിക്കാൻ ആള് വേണം, ഇല്ലെങ്കിൽ വഴിതെറ്റി പോകും. കടപ്പാട്ടൂര് കൊണ്ടുവിട്ടാൽ അലീന നോക്കിക്കോളും. ശിവൻ ചോദിക്കുന്നു അവളെ അനുസരിക്കുവോ അവര്? രാജീവ് പറയുകയാണ് അതൊക്കെ അവള് കൈകാര്യം ചെയ്തോളും, അവളുടെ കൂടപ്പിറപ്പുകളല്ലേ ശിവേട്ട. പിന്നീട് കാണിക്കുന്നത് ഗ്രേസമ്മ മാമച്ചന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു മാമച്ചയ മേക്കപ്പ് കൂടുതലാണോ? മാമച്ചൻ പറയുന്നു വളരെ കൂടുതലാണ്, ലിപ്സ്റ്റിക്, പൗഡർ, കൺമഷി എല്ലാം കൂടുതലാ, പ്രായം മറന്ന മേക്കപ്പ് ചെയ്യരുത്. ഗ്രേസമ്മ പറയുന്നു ഞാൻ പോയി ശരിയാക്കിയിട്ട് വരാം. അപ്പൊ മാമച്ചൻ പറയുകയാണ് ആ പോയിട്ട് വാ. ഈ സമയം അവിടേക്ക് വന്ന രേവതിക്കുട്ടി ചോദിക്കുന്നു എപ്പോഴാ പോകുന്നത്? മാമച്ചൻ ചോദിക്കുകയാണ് ആര്? നീ ഇതുവരെ റെഡി ആയില്ലേ? ഞങ്ങള് പോയിട്ട് വന്നു. രേവതിക്കുട്ടി ചോദിക്കുന്നു എവിടെ പോയിട്ട് വന്നു എന്ന്? മാമച്ചൻ പറയുകയാണ് പോയി ഡ്രസ്സ് ചെയ്തിട്ട് വാ. സമയമില്ലെന്നേ. രേവതിക്കുട്ടി പറയുന്നു ദാ വന്നു, എനിക്കൊരു 5 മിനിറ്റ് മതി. അങ്ങനെ രേവതിക്കുട്ടി മുകളിലേക്ക് പോവുകയാണ്. തുടർന്ന് അവിടേക്ക് വന്ന ഗ്രേസമ്മ ചോദിക്കുന്നു ദേ ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ മാമച്ചൻ പറയുകയാണ് കുഴപ്പമില്ല. ഗ്രേസമ്മ പറയുന്നു പിന്നെ മാമച്ചായ നമ്മൾ അവിടെ ചെല്ലുന്നത് വരെ അവളോട് പറഞ്ഞേക്കല്ലേ നമ്മൾ അങ്ങോട്ടാ പോകുന്നതെന്ന്. മാമച്ചൻ പറയുന്നു ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ പഴയൊരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്, കിളിമാനൂർ എന്ന സ്ഥലപ്പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഗ്രേസമ്മ പറയുന്നു അതെ ആ രമേശൻ നായരോട് കൂടി പറഞ്ഞേക്കണം, അയാളും വീട്ടുകാരും രേവതിക്കുട്ടിയും തമ്മിലുള്ള ബന്ധമൊന്നും പറയരുതെന്ന്. സുഖമില്ലാതെ കിടക്കുന്ന ഒരാളെ കാണാൻ പോകുന്നു, കാണുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ വിളിച്ചു പറ, പുറത്തോട്ട് ഇറങ്ങിയെന്ന് വിളിച്ചോ, അവള് കേൾക്കണ്ട. ഇത് കേട്ട് മാമച്ചൻ പുറത്തേക്ക് പോകുമ്പോൾ ഗ്രേസമ്മ ഉറക്കെ രേവതിക്കുട്ടിയെ വിളിക്കുകയാണ്. തുടർന്ന് രേവതിക്കുട്ടി ഓടി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഗ്രേസമ്മ പറയുന്നു പതുക്കെ സൂക്ഷിച്ച്. പുഞ്ചിരിച്ച രേവതിക്കുട്ടി അരികിലേക്ക് വരുമ്പോൾ ഗ്രേസമ്മ പറയുകയാണ് സുന്ദരിയായിട്ടുണ്ട്, ഇവിടെ വന്നപ്പോ കൊഞ്ചുപോലെ ഇരുന്നതാ. രേവതിക്കുട്ടി പറയുന്നു എന്നതാ തീറ്റിയല്ലേ, വെട്ടി വിഴുങ്ങുകയല്ലേ. ഗ്രേസമ്മ പറയുന്നു പോടി, അതാണോ പറഞ്ഞത്? രേവതിക്കുട്ടി പറയുന്നു രണ്ടുപേരും കൂടി വളർത്തി വളർത്തി എന്നെ ഒരു തരുണീമണിയാക്കി. ഗ്രേസമ്മ പറയുന്നു ഇങ്ങനെ പോയാൽ ആകെ ഉടനെ. രേവതിക്കുട്ടി ചോദിക്കണ്ട അല്ല നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഗ്രേസമ്മ പറയുന്നു ആ ഏതോ ഒരു സ്ഥലം, വെഞ്ഞാറമ്മൂട്. രേവതിക്കുട്ടി പറയണ്ട അതെവിടെയാ, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ആ സുരാജ് വെഞ്ഞാറമ്മൂട്. ഗ്രേസമ്മ പറയുന്നു ഒന്നിറങ്ങു വെച്ചേ, സമയം പോകുന്നു. ദേ മാമച്ചൻ അവിടെ പുറത്തിറങ്ങി കാത്തു നിൽക്കുകയാ, വന്നേ. അങ്ങനെ അവർ കിളിമാനൂർക്ക് പോവുകയാണ്. ഗ്രേസമ്മ പറയുന്നു ഒരു വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോകണ്ടേ, ഒരു രോഗിയെ സന്ദർശിക്കാൻ പോവുകയല്ലേ. ഡ്രൈവ് ചെയ്യുന്ന മാമച്ചൻ പറയുന്നു ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കാം. ഗ്രേസമ്മ പറയുന്നു ഫ്രൂട്ട്സ് മതി, ഓറഞ്ച്, ആപ്പിള്, മുന്തിരി. ദേ അവിടെ ഒരു കട, അവിടുന്ന് വാങ്ങാം. മാമച്ചൻ രേവതിക്കുട്ടിയും കൂട്ടി ഫ്രൂട്ട്സ് വാങ്ങാനായി പോകുമ്പോൾ ഗ്രേസമ്മ പറയുന്നു ആപ്പിള്, ഓറഞ്ച്, മുന്തിരി കേട്ടോ. തുടർന്ന് അവർ രമേശൻ നായരുടെ വീട്ടിലേക്ക് വരികയാണ്. വാതിലിന്റെ അരികിലേക്ക് വന്ന മാമച്ചൻ കാണുകയാണ് ഒരു സ്ത്രീ 2-3 പുരുഷന്മാരുടെ ഒപ്പം മദ്യപിച്ച് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രേസമ്മയുടെയും രേവതിക്കുട്ടിയുടെ അരികിലേക്ക് വന്ന മാമച്ചൻ പറയുന്നു വീട് തെറ്റിയോന്നൊരു സംശയം. ഗ്രേസമ്മ പറയുന്നു ഇവിടെ ചോദിച്ചാൽ അറിയാലോ. പുറത്തേക്ക് ഇറങ്ങി വന്ന ആ സ്ത്രീ ചോദിക്കുന്നു ആരെ കാണാനാ? മാമച്ചൻ പറയുന്നു ഇവിടെ ഒരു രോഗിയില്ലേ, കാണാൻ വേണ്ടിട്ട് വന്നതാ. അവർ ചോദിക്കുന്നു ആണോ, ജയപ്രസാദിന്റെ ആരാ? മാമച്ചൻ പറയുന്നു അച്ഛനുമായിട്ട് എനിക്ക് പരിചയം. ആ സ്ത്രീ പറയുന്നു അവർ അപ്സ്റ്റെയറില്ല, കേറി വാ. അതിലൊരാൾ ചോദിക്കുന്നു ഇവരൊക്കെ ആരാടി? അവർ പറയുന്നു ജയപ്രസാദിനെ കാണാൻ വന്നതാ. ഒരാൾ ചോദിക്കുന്നു എവിടുന്ന് വരുവാ? മാമച്ചൻ പറയുകയാണ് പാലാരിവട്ടം. ഇത് കേട്ട് അയാൾ പറയുകയാണ് അതങ്ങ് കൊച്ചിയിലല്ലേ. എറണാകുളം എന്നാ മാമച്ചൻ പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നു ദാ ഇവിടുന്ന് മുകളിലോട്ട് കയറിയാ മതി. മാമച്ചൻ പറയുന്നു ശരി താങ്ക്സ്. അല്ല നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. അവർ പറയുന്നു ഞാൻ ജയപ്രസാദിന്റെ വൈഫ് ശൈലജ, ഇവർ രണ്ടുപേരും എന്റെ ബ്രദേഴ്സാ, മറ്റേയാള് ഞങ്ങളുടെ ഫ്രണ്ട്. മാമച്ചൻ ചോദിക്കുന്നു അപ്പൊ ഈ രമേശൻ നായർ? ശൈലജ പറയുന്നു അച്ഛൻ മുകളിലുണ്ട്, എന്റെ ഫാദർ ലോയാ. മാമച്ചൻ പറയുന്നു അറിയാം, പറഞ്ഞിട്ടുണ്ട്. ശൈലജ പറയുന്നു മുകളിലോട്ട് ചെന്നാട്ടെ. മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും മുകളിലേക്ക് പോകുമ്പോൾ ഒരാൾ ചോദിക്കുന്നു ശൈലജെ എറണാകുളത്ത് നിന്ന് നിന്റെ കെട്ടിയോൻ ആരാ ഫ്രണ്ട്സ്? ശൈലജ പറയുന്നു ജയപ്രസാദിന്റെ ഫ്രണ്ടൊന്നും അല്ല, കിഴവന്റെ ആണെന്ന് തോന്നുന്നു. റിലേറ്റീവ് ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ ശൈലജ പറയുകയാണ് അച്ഛന് എറണാകുളത്ത് റിലേറ്റീവ്സ് ഉള്ളതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. അയാൾ പറയുന്നു നീ ഇരിക്ക്, എടി കഴിഞ്ഞ കളിയുടെ 1000 രൂപ നീ ഇട്ടിട്ടില്ല. ശൈലജ ചോദിക്കുന്നു ഇപ്പൊ ചെയ്താ പോരെ? അയാൾ പറയുകയാണ് ചെയ്യണം, മറക്കരുത്. ശൈലജ മദ്യപിച്ചുകൊണ്ട് അവരുടെ ഒപ്പം ചീട്ട് കളിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ്
എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും ബെഡിൽ കിടക്കുന്ന ജയപ്രകാശിന്റെ അരികിലേക്ക് വരികയാണ്. ഗ്രേസമ്മയുടെ പിന്നിൽ നിൽക്കുന്ന രേവതിക്കുട്ടിയെ എത്തി നോക്കുകയാണ് ജയപ്രകാശ്. രമേശൻ നായരിൽ നിന്നും അത് തന്റെ മകളാണെന്ന് മനസ്സിലാക്കിയ ജയപ്രകാശ് രേവതിക്കുട്ടിയുടെ കയ്യിൽ പിടിച്ച് കണ്ണു നിറങ്ങി പറയുന്നു, പൊറുക്കണം, തെറ്റുപറ്റിപ്പോയി, തിരുത്താൻ പറ്റിയില്ല, സമയവും കടന്നുപോയി. അങ്ങനെ രേവതിക്കുട്ടിയുടെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരയുകയാണ് ജയപ്രകാശ്. രേവതിക്കുട്ടി കണ്ണു നിറങ്ങിയ വിഷമത്തോടുകൂടി ജയപ്രകാശിനെ നോക്കുകയാണ്. തുടർന്ന് രേവതിക്കുട്ടിയും കൂട്ടി മാമച്ചനും ഗ്രേസമ്മയും ആ റൂമിൽ നിന്നും പോകുമ്പോൾ കണ്ണു നിറങ്ങിയ രേവതിക്കുട്ടിയെ തന്നെ നോക്കി കിടക്കുകയാണ് ജയപ്രകാശ്. വാതിലിന്റെ അരികിലേക്ക് വന്ന രേവതിക്കുട്ടി തിരിഞ്ഞ് ജയപ്രകാശിനെ നോക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് മുകളിലേക്ക് കയറി വന്ന ബബിതയെ ഭീഷണിപ്പെടുത്തുകയാണ് ഹരി. വാട്സപ്പിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഫോണിലോട്ട് വാട്സപ്പിന്റെ ബാക്കപ്പ് എടുക്കുമ്പോൾ എല്ലാം ഇങ്ങി വരും. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഹരിയെ നോക്കുകയാണ് ബബിത. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.